ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നിത്യം ജീവനും എല്ലാവരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനു ബൈക്കിൽ അതുവഴി വരുന്നുണ്ട്. മനു ജ്യോതിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണെന്നൊക്കെ. ജ്യോതി എപ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനാണെന്നൊക്കെ പറയുന്നു. മനുവിനെ കാണുമ്പോൾ ജീവന് ദേഷ്യം വരുന്നുണ്ട്. ജീവൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടുന്നുണ്ട്. മനു പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കാറിന്റെ കാറ്റ് പോയിരിക്കുന്നത്. മനുവാണെങ്കിൽ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജീവൻ അത് കേൾക്കാനൊന്നും തയ്യാറാകുന്നില്ല. പെട്ടെന്ന് വാശിക്കാണെങ്കിൽ ജീവൻ മനുവിനെ ഇടിച്ചിടുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും വണ്ടി നിർത്താനെന്ന് പറയുന്നു. സുജാതയും രഘുവും ആണെങ്കിൽ ജീവനെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് നിത്യയും ജ്യോതിയും ഓടിച്ചെന്നിട്ട് മനുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ജീവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജീവൻ മനുവിനെ വഴക്ക് പറയുകയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാണ് ഞങ്ങളെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മനു അപ്പോൾ പറയുന്നുണ്ട് കാറിന്റെ കാറ്റ് പോയിട്ടുണ്ടായിരുന്നു, അത് പറയുകയായിരുന്നു ഞാൻ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നു. മനു പറയുന്നത് കേട്ട് കഴിയുമ്പോൾ രഘുവും സുജാതയും ജീവനെ വഴക്ക് പറയുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുറകെ വന്നത്, എന്നിട്ട് നീ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. പെട്ടെന്ന് നിത്യ ജീവന്റെ പോക്കറ്റിൽ നിന്നും ടവൽ എടുത്തിട്ടാണെങ്കിൽ അവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ്. മനുവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത് ജീവൻ ഇഷ്ടപ്പെടുന്നില്ല. ജീവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, സ്വന്തം ഭർത്താവ് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവൾ വേറൊരുത്തന്റെ കൈ പിടിക്കുകയാണ്, അവൾക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്നൊക്കെ കരുതുന്നു. നിത്യ മനുവിന്റെ കൈയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നു. മനു അപ്പോൾ കുഴപ്പമില്ല, പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ജ്യോതി അപ്പോൾ ജീവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ചേട്ടന്റെ എല്ലാ ദേഷ്യവുമാണ് ഇതിനൊക്കെ കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് സുജാത വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് രഘു പറയുന്നുണ്ട് ഇതിനി തടസ്സമായിട്ടും വിഘ്നമായിട്ടൊന്നും കരുതണ്ടെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ മോന്റെ ദേഷ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്നൊക്കെ പറയുന്നു. നിത്യ കാറിന്റെ ഡോറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ജീവനാണെങ്കിൽ നിത്യയോട് പ്രതികാരം വീട്ടുകയാണ്. പെട്ടെന്ന് ഡോർ അടയ്ക്കുന്നുണ്ട്. നിത്യയുടെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. നിത്യ കരയുന്നുണ്ട്. ബഹളം കേട്ടുകൊണ്ട് സുജാതയും ജ്യോതിയും രഘുവും എല്ലാം അടുത്തേക്ക് വരുന്നു. സുജാതയും രഘുവും വഴക്ക് പറയുന്നുണ്ട്. നീ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് അറിയാതെ ചെയ്തു പോയതാണ്, സോറി എന്നൊക്കെ പറയുന്നു. സുജാത അപ്പോൾ പറയുന്നുണ്ട് നിത്യമോളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ ക്ഷമിക്കത്തില്ല, നീ ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചതെന്നൊക്കെ പറയുന്നു. നിനക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ സുജാത പറയുകയാണ്. നിത്യയുടെ കയ്യിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട് സുജാത. ശേഷം കാണിക്കുന്നത് ഹരിയാണ്. ഹരിയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ എൻ്റെ സങ്കടം പറയാൻ പോലും ആരുമില്ലല്ലോ, അമ്മാവനോട് പോലും ഒരു സങ്കടവും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു. വീണ ഹരിയെ അപമാനിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അതിനുശേഷം കത്തിച്ചു വെച്ചിരിക്കുന്ന കർപ്പൂരത്തിലേക്ക് കൈവെക്കുന്നു. പെട്ടെന്ന് കൈ പൊള്ളുന്നുണ്ട്. ഹരി വേദനയോടെ കൈ കൊടയുകയാണ്. ശേഷം കാണിക്കുന്നത് അമ്മായിയും വിമലിനെയുമാണ്. അമ്മായിയുടെ അടുത്ത് വിമൽ പറയുന്നുണ്ട് മുട്ട കുഴിച്ചിട്ടെന്ന്. അമ്മായിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മറ്റേ മുട്ട നമുക്ക് ഇവിടെ കുഴിച്ചിടാമെന്ന് പറയുന്നു. വിമൽ അപ്പോൾ മറ്റേ മുട്ട എടുത്തു കൊടുക്കുകയാണ്. അമ്മായി മുട്ട കണ്ടിട്ട് വിമലിനെ വഴക്ക് പറയുകയാണ്. ഈ മുട്ടയാണ് അവിടെ കുഴിച്ചിടേണ്ടത്, നീ എന്ത് പൊട്ടത്തരമാണ് കാണിച്ചതെന്നൊക്കെ പറയുന്നു. മഞ്ഞ ചരടുള്ള മുട്ട അവിടെ കുഴിച്ചിട്ടത് കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ അമ്മായി പറയുന്നു. ദേഷ്യത്തോടെ കയ്യിലിരിക്കുന്ന മുട്ട വിമലിന്റെ തലയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മായി സങ്കടത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എൻ്റെ പൈസ എല്ലാം പോയെന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം കാണിക്കുന്നത് ഹോട്ടലിൽ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. സുജാത ജീവനെ വഴക്ക് പറയുന്നുണ്ട്. മനു ആയതുകൊണ്ട് പ്രശ്നമില്ല, വേറെ ഏതെങ്കിലും പയ്യന്മാരെ ഇടിച്ചിട്ടായിരുന്നെങ്കിൽ പ്രശ്നമായെന്നൊക്കെ പറയുന്നു. ജീവൻ നിത്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സങ്കടമാകുന്നെന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഹോട്ടലിലെ ജീവനക്കാരൻ എല്ലാവർക്കുമാണെങ്കിൽ ആഹാരം വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് അയാൾ നിത്യയുടെ അടുത്ത് ചേർന്ന് നിന്ന് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത് ജീവൻ ഇഷ്ടപ്പെടുന്നില്ല. അയാളാണെങ്കിൽ നിത്യയുടെ കൈ കണ്ടിട്ടാണെങ്കിൽ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അതോടെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ജീവന് ദേഷ്യം വരുന്നുണ്ട്. ജീവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അവർക്ക് എന്തു പറ്റിയാൽ എന്താണെന്നൊക്കെ പറയുന്നു. ജീവൻ ഒരുപാട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. ഉടനെ രഘുവാണെങ്കിൽ ജീവനെ വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നിത്യയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ട് കഴിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രഘു ജീവനോട് പറയുന്നുണ്ട് മോൾക്ക് വാരി കൊടുക്കാനെന്ന്. ജ്യോതിയും അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ പറ്റിയ അവസരമാണ്, ഇപ്പോഴേ ഇങ്ങനെ വാരി കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു.
ജീവനാണെങ്കിൽ നിത്യയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. നിത്യയാണെങ്കിൽ മടിച്ചു മടിച്ചാണ് കഴിക്കുന്നത്. നിത്യ ചമ്മൽ കൊണ്ട് ജീവനോട് മതിയെന്നൊക്കെ പറയുന്നുണ്ട്. ജീവൻ അപ്പോൾ വിചാരിക്കുന്നത് നിത്യ വിളമ്പി തരുന്ന അയാളെ നോക്കിയിട്ട് അയാൾ കാണുന്നത് കൊണ്ടാണ് നിത്യയ്ക്ക് ബുദ്ധിമുട്ടെന്ന്. ജീവൻ ഉടനെ തന്നെ ദേഷ്യത്തോടെ ചോദിക്കാൻ, അയാൾ കാണുന്നതാണോ നിനക്ക് പ്രശ്നം? അയാൾ നിന്റെ ആരടിയെന്ന് ചോദിക്കുന്നു. വീണ്ടും ജീവന്റെ പെരുമാറ്റം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.